ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊരു ഓവർ തിങ്കർ ആണെങ്കിൽ എന്തായാലും ലൈഫിൽ കേട്ടിട്ടുണ്ടാവും. അതായത് അതൊക്കെ നിൻ്റെ ചുമ്മാ തോന്നലാന്ന്, നീ ചുമ്മാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാതെ. യെസ്, ചിലപ്പോൾ അവർ ചുമ്മാതെ ആലോചിച്ച് കൂട്ടുന്നതാവാം. അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് ഗായ്സ്, ഡോണ്ട് ടെൽ ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഓരോ ഓവർ തിങ്കറും പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. അവരുടെ പാസ്റ്റ്, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആൾക്കാർ കൊടുത്തിട്ടുള്ള ട്രോമാസ്, അതുകൊണ്ടൊക്കെയാണ് ഓരോ ഓവർ തിങ്കറും ഉണ്ടായിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഒരു ഓവർ തിങ്കർ ആണെങ്കിൽ അവരുടെ ഒപ്പം ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. അങ്ങനെ ഓക്കെ ആവുന്ന കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ വേറൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഓവർ തിങ്കറിനെ ഓക്കെ ആക്കാൻ എപ്പോഴും ഓപ്പോസിറ്റ് ഒരാൾ ഉണ്ടായിക്കൊള്ളണം ഇല്ല. പിന്നെ ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ ഓക്കെ ആക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം ഇങ്ങനെ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാത്രം വിചാരിച്ചാലേ നിങ്ങൾ ഓക്കെ ആവുള്ളൂ. ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഓരോ തിങ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ടൈം ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി നമ്മൾ മെല്ലെ മെല്ലെ ഓക്കെ ആവും. പിന്നെ ഈ ഓവർ തിങ്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനെ ഒരു ഈസി ടാസ്ക് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഈ സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഹേ ഗായ്സ്, ഐ എം സെൻഡിങ് എ ഹഗ്സ്. എല്ലാം ശരിയാവും ഒരിക്കൽ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണും കൂടെ കൊട്ടണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ അഖില. ലവ് യു ഗായ്സ്, ബൈ ബൈ.